ദൈവമേ സ്തോത്രം, എന്നിൽ വാഴും ദൈവമേ നന്ദി. നമ്മിലെ ദൈവിക ജീവൻ ദുർബലപ്പെടുവാനും പാപം മൂലം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ സൗഖ്യദായകനായ ക്രിസ്തു തൻ്റെ രക്ഷയുടെ പ്രവൃത്തി പരിശുദ്ധാത്മാവിലൂടെ സമൂഹത്തിലേക്ക് അനുതാപ കൂദാശയിലൂടെയും രോഗീലേപനത്തിലൂടെയും ഒഴുക്കുന്നു. അനുതാപ കൂദാശയ്ക്ക് അണയുന്നവർ ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് അവിടുത്തെ കരുണയിൽ നിന്ന് പാപമോചനം പ്രാപിക്കുന്നു. കൂദാശകളെക്കുറിച്ച് വിശദീകരിച്ചു തരുന്ന ചില പ്രബോധനങ്ങൾ ശ്രവിക്കാം. കൂദാശകള് യേശോയിലൂടെ പിതാവായ ദൈവം ആരംഭിച്ച രക്ഷാകര പദ്ധതിയുടെ തുടർച്ചയാണിത്. സഭയിൽ നിന്ന് നമ്മൾ കണ്ടു. ആ സഭയുടെ കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് കൂദാശകളിലൂടെയാണെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകൾ വിശദീകരിച്ചു. ഇനി ആ കൂദാശകൾ ഏഴ് കൂദാശകളിലൂടെ യേശുവിൻ്റെ രക്ഷാകര ശക്തി, നമ്മൾ ആ രക്ഷയുടെ ഫലങ്ങൾ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുകയാണ്. വെറും ഭാവനയിലല്ല, യഥാർത്ഥത്തിൽ ആ രക്ഷ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്തിലൂടെയാണെന്ന് പറഞ്ഞത്? കൂദാശകളിലൂടെയാണ്. പിന്നെ ആ കൂദാശകളുടെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്. അദൃശ്യമായ ദൈവപ്രസാദം പ്രദാനം ചെയ്യുന്ന ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും നമ്മൾ കണ്ടതാണ്. അദൃശ്യമായ ദൈവപ്രസാദം എന്ന് പറയാനുള്ള കാരണമെന്ത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചതാണ്. പിന്നീട് വിശദീകരിച്ചത് കൂദാശകൾ 7 3ആയിട്ട് തിരിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞു. ഏതെല്ലാം കൂദാശകളായിട്ട് തിരിച്ചിരിക്കുന്നത്? പ്രാരംഭ കൂദാശകളും, പിന്നെ ഏതാ ഓർക്കുന്നുണ്ടോ? സൗഖ്യദായക കൂദാശകൾ, മൂന്നാമത്തത് ശുശ്രൂഷയുടെ കൂദാശകൾ. ഈ സൗഖ്യദായക കൂദാശകളെ വേറൊരു വാക്കിൽ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രാരംഭ കൂദാശകൾ. രണ്ടാമത്തേതായിട്ടാണ് നമ്മൾ കണ്ടത് വളർച്ചയുടെ കൂദാശകൾ, മൂന്നാമത്തത് ശുശ്രൂഷയുടെ. 2 തരത്തിലും കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗീലേപനം, ഇത് 3നെയും വളർച്ചയുടെ കൂദാശകളായിട്ടും കാണാൻ സാധിക്കും. ഒപ്പം തന്നെ വേറെ എന്തായിട്ട് കാണാൻ സാധിക്കും? സൗഖ്യദായകമായ കൂദാശകൾ, പ്രത്യേകിച്ച് കുമ്പസാരവും രോഗീലേപനവും. ഇപ്പോൾ സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ഈ പറഞ്ഞതുപോലെയാണ്. പ്രാരംഭ കൂദാശകൾ 3 ഏതൊക്കെയാണ്? മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. ഇത് 3 പ്രാരംഭ കൂദാശ. ഒരു വ്യക്തിയെ കർത്താവിൻ്റെ സഭയിലെ അംഗമായിട്ട് ഉൾച്ചേർക്കുന്ന പ്രക്രിയയിലെ ആദ്യത്തെ 3 കൂദാശകളായതുകൊണ്ടാണ് ഈ 3 കൂദാശകളെ എന്തെന്ന് വിളിക്കുന്നത്? പ്രാരംഭ കൂദാശകളെന്ന്. എന്നാൽ കുമ്പസാരത്തെയും രോഗീലേപനത്തെയും സൗഖ്യദായകമായ കൂദാശകളെന്നാണ് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് 1420 നമ്മൾ ഇപ്രകാരം കാണുന്നു. 1420 കൃത്യമായിട്ട് പറയുകയാണ്, സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ അല്ലെങ്കിൽ സൗഖ്യദായക കൂദാശകൾ. അപ്പോൾ 1420 നമ്മളൊന്ന് വായിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടും. 20-21 ജസ്റ്റ് ഒന്ന് കാണാം. 1420-21. അപ്പം അതിൻ്റെ അകത്ത് പറയുകയാണ്, ക്രൈസ്തവ പ്രാരംഭത്തിൻ്റെ കൂദാശകളിലൂടെ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ പുതുജീവൻ സ്വീകരിക്കുന്നു. ഇല്ല, പ്രാരംഭ കൂദാശകളിലൂടെ ആരുടെ ജീവനാണ് സ്വീകരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ആ പുതുജീവൻ നമ്മൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ച് ആ ജീവൻ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായി മാമോദീസായിലൂടെ നമ്മൾ 3-4 ഫലങ്ങൾ പറഞ്ഞിരുന്നു. ആരൊക്കെയായിട്ട് തരുന്നത്? പാപത്തിൽ നിന്ന് മോചനം. പിന്നെ എന്ത് നൽകുന്നു നമുക്ക്? ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളും, പിന്നെ എന്താ 3 കാര്യങ്ങളാണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ മക്കളും, സഭയുടെ അംഗങ്ങളും, സ്വർഗത്തിന് അവകാശികളുമാകും. ഇപ്പം 4 ഫലങ്ങളുണ്ട്. പാപത്തിൽ നിന്ന് മോചനം നൽകുന്നു, ദൈവത്തിൻ്റെ മക്കളാക്കുന്നു, സഭയുടെ
അംഗങ്ങളാക്കുന്നു, സ്വർഗത്തിന് അവകാശികളാക്കുന്നു. ഇതാണ് മാമോദിസായിലൂടെ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ പറയുക, ക്രൈസ്തവ പ്രാരംഭത്തിൻ്റെ കൂദാശകളിലൂടെ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ പുതിയ ജീവൻ സ്വീകരിക്കുന്നു മാമോദിസായിലൂടെ. ഇപ്പോൾ മാമോദിസായിലൂടെ പിന്നെ സ്ഥൈര്യലേപനത്തിലൂടെ ആ ദൈവമക്കളായി തീർന്ന നമുക്ക് വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട് യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും ഒരവിടുത്തെ പടയാളിയെ പോലെ ആയിത്തീർന്ന് സാക്ഷ്യം വഹിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ആവശ്യമായ പ്രത്യേക വരങ്ങളും സിദ്ധികളും നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. അവിടെ നമ്മളെ ആ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഉൾച്ചേർക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നാം ഈ ജീവനെ മൺപാത്രങ്ങളിലാണ് സംവഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവിക ജീവനെ സ്വീകരിച്ചവരാണ്. മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മൾ ദൈവിക ജീവനെ സ്വീകരിച്ചവരാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ജീവൻ നമ്മൾ മൺപാത്രങ്ങളിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചെന്നാൽ പൗലോസ്ലീഹ പറയുന്ന പോലെ മൺപാത്രത്തിലെ നിധി എന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഏത് സമയത്തും ഇത് തകർക്കപ്പെടാം. അപ്പോൾ ആ ദൈവിക ജീവനെ സ്വീകരിച്ചുവെന്ന് കരുതി നിത്യത ജീവൻ ഉറപ്പായെന്നല്ല പറയാം, മറിച്ച് ആ ദൈവിക ജീവൻ സ്വീകരിച്ചെങ്കിലും ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഇത് നഷ്ടപ്പെടാം. അതുകൊണ്ട് സാധ്യതകളുണ്ട് അതിൻ്റെ അകത്ത് പോരായ്മകൾ വരാൻ. അത് ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. നാം ഇപ്പോഴും സഹനത്തിനും രോഗത്തിനും മരണത്തിനും വിധേയരായി നമ്മുടെ ലൗകിക കൂടാരത്തിലാണ്. അപ്പം നമ്മൾ ഈശോ തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈശോ നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെങ്കിലും നമ്മൾ എവിടെയാണ്? ലോകത്തിലാണ്. അപ്പം അതുകൊണ്ട് എന്തുണ്ടാകും? ലോകത്തിൻ്റെ ശക്തികൾ നമ്മളെ സ്വാധീനിക്കും. അപ്പം ആ സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ട്, ലോകശക്തികളുടെ സ്വാധീനം നമ്മുടെ മേൽ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ലോകശക്തികളുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് നമുക്ക് പോരായ്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇത് കർത്താവ് മുൻകൂട്ടി കാണുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരം കർത്താവ് ചെയ്തു തരികയാണ്. അതാണ് പറയുന്നത്. കണ്ടോ, നമ്മളിപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? സഹനത്തിനും രോഗത്തിനും മരണത്തിനും വിധേയരായി നമ്മുടെ ലൗകിക കൂടാരത്തിലാണ്, നമ്മൾ ഈ ലോക ജീവിതത്തിലാണ് നമ്മളപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ, രോഗവും മരണവും സഹനവും നമ്മുടെ ജീവിതത്തിലെ എന്താണത്? യാഥാർത്ഥ്യങ്ങളാണ്, ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് എന്താ, ദൈവമക്കളെന്ന നിലയിൽ ഈ നവജീവൻ ദുർബലമാക്കപ്പെടാൻ, പാപം മൂലം നഷ്ടമാകാൻ പോലും സാധ്യതയുണ്ട്. അപ്പം ഈ ദൈവിക ജീവൻ നമ്മൾ സ്വീകരിച്ചവരാണെങ്കിലും ആ ദൈവിക ജീവന് നിലനിന്ന് പോകാൻ, കാരണം ഈ ദൈവിക ജീവന് നിലനിന്ന് വളരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ അതങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പ്രതിരോധ ശക്തികളല്ല, പ്രതികൂല ശക്തികളില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ ലോകത്തിൽ പ്രതികൂല ശക്തികൾ ഉള്ളത് കൊണ്ട്, സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ട് ഈശോ സഭ പറയുകയാണ്, ദൈവമക്കൾ എന്ന നിലയിലുള്ള ഈ നവജീവൻ ദുർബലമാക്കപ്പെടാൻ, പാപം മൂലം നഷ്ടമാക്കപ്പെടാൻ പോലും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, പിതാവേ ഞാൻ ഇവർക്ക് വേണ്ടി പിതാവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവരെ അങ്ങനെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, മറിച്ച് എന്തെന്ന് രക്ഷിക്കണമെന്നാ? ദുഷ്ടനിൽ നിന്ന് അവിടുന്ന് ഇവരെ കാത്തുകൊള്ളണം. കണ്ടോ, ഇതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. കാരണം ദുഷ്ടൻ ഈ ലോകത്തിലുണ്ട്. ആരാ ദുഷ്ടൻ? സാത്താനാണ്. കണ്ടോ, ആദിമ സാത്താൻ. ആ സാത്താൻ തന്നെ ഇന്നും ലോകത്തിൻ്റെ ശക്തികളിലൂടെ മനുഷ്യരെ സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് ഇവരെ അങ്ങ് ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. പക്ഷെ ആ ദുഷ്ടൻ ഉള്ളത് കൊണ്ടും അവൻ്റെ സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മുടെ ദൈവിക ജീവനിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? അവസാനത്തെ എന്താ? ദുർബലമാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദുർബലമാക്കപ്പെടുക മാത്രമല്ല, അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള എന്താണ്? പാപം മൂലം നഷ്ടമാക്കപ്പെടാനും സാധ്യതയുണ്ട്. എന്നുണ്ടോ? ഇതാണ് കാണുന്നത്. ഇനി അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അതിന് പരിഹാരം കർത്താവ് കാണിക്കുകയാണ്. എന്താണ് അടുത്തത്? 1421 പറയുകയാണ്, തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അയാൾക്ക് ശാരീരികമായ സൗഖ്യം നൽകുകയും ചെയ്തവനും നമ്മുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും
ഭിഷഗ്വരനുമായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുഖപ്പെടുത്തലിൻ്റെയും രക്ഷയുടെയും പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സഭ തൻ്റെ അംഗങ്ങളുടെ ഇടയിലും തുടരണമെന്ന് ആഗ്രഹിച്ചു. കണ്ടോ, ഇതാണ് കർത്താവിൻ്റെ പദ്ധതി. എന്നിട്ട് പറയുകയാണ്, സുഖപ്പെടുത്തലിൻ്റെ 2 കൂദാശകളായ അനുതാപ കൂദാശയുടെയും രോഗീലേപനത്തിൻ്റെയും ലക്ഷ്യം ഇതാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ കൂദാശകൾ പൊതുവെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, യേശുവിൻ്റെ ജീവിതകാലത്ത് അവിടുന്ന് നൽകിയ അതേ കൃപാവരങ്ങൾ, അനുഗ്രഹങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിന് ശേഷമുള്ള നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് എന്ത് സ്ഥാപിച്ച് നൽകിയത്? കൂദാശകൾ സ്ഥാപിച്ച് നൽകി. അപ്പം ആ കൂദാശകളിലൂടെ യേശുവിൻ്റെ രക്ഷയുടെ ഫലങ്ങൾ ഇന്നും നമ്മൾ സ്വീകരിക്കുകയാണ്. അന്ന് പാപം മോചിച്ച അതേ കർത്താവാണ് ഇന്നും ഈ കൂദാശകളിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അന്ന് രോഗികളെ സുഖപ്പെടുത്തിയ അതേ കർത്താവാണ് ഇന്നും നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകി നമ്മളെ ശക്തരാക്കുന്നത്. കണ്ടോ, അതാണ് സഭ പറയുന്നത്. ഒന്നുകൂടെ അവസാനത്തെ സെൻസ് വായിക്കുക. തളർവാദ രോഗി 1421 തളർവാദ രോഗിയുടെ പാപം ഓക്കെ. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തെ 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകളായിരുന്നു പാപമോചനം നൽകലും പിന്നെ സൗഖ്യം നൽകലും. അതുകൊണ്ട് ഈശോ ചെയ്ത കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്നൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ശുശ്രൂഷയാണ് സൗഖ്യം നൽകുന്ന ശുശ്രൂഷ. ഒപ്പം തന്നെ നമ്മൾ കാണുന്നതാണ് പാപമോചനത്തിൻ്റെ ശുശ്രൂഷ. കണ്ട കർത്താവ് തൻ്റെ പക്കലേക്ക് വന്ന പാപികൾക്ക് മോചനം നൽകുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യം പാപമോചനം വഴിയുള്ള രക്ഷയാണ്. പാപമോചനം, കാരണം മനുഷ്യനെ മുഴുവൻ ബന്ധിച്ചത്, മനുഷ്യനെ മുഴുവൻ അസ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവിക ജീവന് പങ്കുകൊള്ളാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ആ പദ്ധതിയെ തന്നെ വഴിതിരിച്ചത് എന്തിൻ്റെ സ്വാധീനമാണ്? പാപത്തിൻ്റെ സ്വാധീനമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ മാമദാന യേശുവിനെ കാണിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ. അന്ന് യേശുവിനെ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചത് പാപമോചനം വഴി രക്ഷ നൽകാനാണ്. അപ്പം ആ പാപമോചനം അവിടുന്ന് നേരിട്ട് പാപമോചനം നൽകുന്ന പ്രത്യേക സാഹചര്യമാണ് തളർവാദ രോഗിയുടെ പാപം മോചിച്ചുകൊണ്ടുള്ള അവിടുത്തെ ആ ശുശ്രൂഷ, അല്ല പ്രവൃത്തി, പാപമോചന ശുശ്രൂഷയെ നമുക്കിന്ന് കാണിച്ചു തരികയാണ്. പക്ഷെ അന്ന് പാപമോചനം നൽകിയ അതേ കർത്താവ് ഇന്ന് നമുക്ക് കുമ്പസാരം എന്ന കൂദാശയിലൂടെ അതേ കൃപ ഇന്ന് നമുക്ക് നൽകുകയാണ്. അപ്പം അതാണ് സഭ പറയുന്നത്, സുഖപ്പെടുത്തലിൻ്റെ 2 കൂദാശകളായ അനുതാപ കൂദാശയിലൂടെയും, അല്ലെങ്കിൽ കൂദാശയുടെ പേര് നമ്മളിപ്പോൾ പഠിക്കും, രോഗിലേപന കൂദാശയിലൂടെയുമാണ് ഈശോ ഈ സൗഖ്യം അല്ലെ സുഖപ്പെടുത്തൽ ഇന്ന് നമുക്ക് നൽകുന്നത്. ശരീരത്തിൻ്റെ രോഗമായ രോഗമോചനം രോഗലേപനം എന്ന കൂദാശയിലൂടെയും, ആത്മാവിൻ്റെ രോഗമായ പാപത്തിൽ നിന്നുള്ള മോചനം അനുതാപ കൂദാശയിലൂടെ, അല്ലെങ്കിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെയും കർത്താവ് ഇന്ന് നമുക്ക് നൽകുകയാണ്. ഇനി അടുത്തത് അനുതാപത്തിനെയും അനുരഞ്ജനത്തിൻ്റെയും കൂദാശയെ കുറിച്ച് പൊതുവായിട്ടൊരു വാക്ക് പറയുകയാണ്. 1422 നമുക്കൊന്ന് വായിക്കാം. അനുതാപ കൂദാശയ്ക്ക് അണയുന്നവർ ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുകയും പാപം വഴി തങ്ങൾ മുറിവേൽപ്പിച്ച സഭയുമായി രമ്യപ്പെടുകയും ചെയ്യുന്നു. സഭയാകട്ടെ സ്നേഹവും മാതൃകയും പ്രാർത്ഥനയും വഴി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അപ്പോൾ ഈ അനുതാപ കൂദാശയിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പൊതുവായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണ്, അനുതാപ കൂദാശയ്ക്ക് അണയുന്നവർ ദൈവത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് അവിടുത്തെ കരുണയിൽ നിന്ന് പൊറുതി പ്രാപിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, പാപം എന്നത് ആർക്കെതിരായിട്ടുള്ള തെറ്റാണ്? ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. പാപം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താ പാപം എന്ന് വെച്ചാൽ? എന്താ?
ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം, ഇല്ലേ? അപ്പോൾ ദൈവപ്രമാണങ്ങളുടെ യോഹന്നാന ലേഖനം 1-ാം ലേഖനത്തിൽ 3-ാമത്തെ 4-ാമത്തെ വചനം അതിനകത്ത് പറയുന്നത് പാപം നിയമ ലംഘനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ നിയമലംഘനമായതുകൊണ്ട് ആരുടെ നിയമത്തിൻ്റെ ലംഘനമാണ്? ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ അത് ആർക്കെതിരായിട്ടോ തെറ്റായിട്ട് വരുന്നു? ദൈവത്തിന്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ വേദപാഠ പുസ്തകങ്ങളിലൊക്കെ ഈ ഒരു ആശയമായിട്ട് വചനത്തിൽ അധിഷ്ഠിതമായ വ്യാഖ്യാനമാണ് കൊടുത്തിരുന്നത്. പണ്ട് പറഞ്ഞിരുന്നത് ദൈവത്തിന് എതിരായിട്ടുള്ള പ്രവർത്തിക്കാണ്, അതിനാണ് പ്രാധാന്യം. പക്ഷേ ഇന്ന് വചനാധിഷ്ഠിതമായിട്ട് നമ്മൾ പറയുന്നത് ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. അത് പിന്നീട് നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പണ്ട് വേദപാഠത്തിൽ പഠിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ള, അല്ലേ, ദൈവസ്നേഹത്തിനോട് നിരസനമാണ് അല്ലെങ്കിൽ നിഷേധമാണ് പാപം എന്നൊക്കെ പഠിച്ചത്. പക്ഷെ അതൊക്കെ വിശദീകരണങ്ങളാണ്. പക്ഷെ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്താ? പാപം എന്ന് വെച്ചാൽ ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ്. ഇനി അത് ദൈവപ്രമാണങ്ങളുടെ ലംഘനമായതുകൊണ്ട് ദൈവത്തിനെതിരായ പ്രവർത്തി, അതുവഴി ആരെയാണ് വേദനിപ്പിക്കുന്നത്? അവിടുത്തെ കാരണം ദൈവത്വമായിട്ടുള്ള ബന്ധം അകലുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് നമ്മൾ പൊറുതി പ്രാപിക്കുന്നു, പാപമോചനം, ക്ഷമ സ്വീകരിക്കുകയാണ്, പൊറുതി പ്രാപിക്കുകയാണ്. ഒപ്പം തന്നെ പാപം വഴി നമ്മൾ ആരെ കൂടെ മുറിവേൽപ്പിക്കുന്നു? ദൈവത്തെ മാത്രമല്ല, ദൈവത്തിൻ്റെ സഭയുമാണ്. അപ്പം അതുകൊണ്ട് ആരുമായിട്ട് നമ്മൾ രമ്യപ്പെടണം? സഭയുമായിട്ടാണ്. അപ്പോൾ ഒരേ കൂദാശ, അനുതാപത്തിൻ്റെ കൂദാശയിലൂടെ ദൈവവുമായിട്ട് രമ്യപ്പെടുന്നു, ഒപ്പം തന്നെ ആരുമായിട്ട് രമ്യപ്പെടുന്നു? സഭയുമായിട്ട്. ഇനി മൂന്നാമതൊരു വശം കൂടെയുണ്ട്, അതിവിടെ കൃത്യമായിട്ട് പിന്നീട് വരുന്നുണ്ടത്. അതിനകത്ത് പറയുന്നത് നമ്മളൊരു പാവപ്രവർത്തി ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, സഭയ്ക്ക് അതുകൊണ്ട് ക്ഷതമേൽപ്പിക്കുന്നു, മറ്റൊരാൾക്ക് കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആർക്കാ? സഹോദരങ്ങളോടുകൂടി, ഇല്ലേ? ഇപ്പൊ കുമ്പസാരം എന്ന കൂദാശയിലൂടെ 3 തരത്തിൽ നമ്മൾ രമ്യതപ്പെടുകയാണ്. ആരോടൊക്കെയാണ്? ദൈവത്തോടും സഭയോടും സഹോദരങ്ങളോടും. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ പുതിയ മതബോധന ടെസ്റ്റിൽ നിർവചനം കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് മോചനവും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ കൃപാവരവും നൽകി നമ്മെ ദൈവത്തോടും സഭയോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുത്തുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ആ നിർവചനം വേണേ ഒന്ന് എഴുതിക്കൊള്ളുക. പാപത്തിൽ നിന്ന് മോചനവും കുമ്പസാരം എന്ന കൂദാശയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാപത്തിൽ നിന്ന് മോചനവും പാപം ചെയ്യാതിരിക്കുന്നതിനാവശ്യമായ കൃപാവരവും നൽകി. പാപത്തിൽ നിന്ന് മോചനവും പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള കൃപാവരവും നൽകി നമ്മെ ദൈവത്തോടും സഭയോടും സഹോദരങ്ങളോടും ഉണ്ടോ? നമ്മെ ദൈവത്തോടും സഭയോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുത്തുന്ന കൂദാശയാണ് കുമ്പസാരം അഥവാ അനുരഞ്ജന കൂദാശ. പുതിയ വാക്ക് അനുരഞ്ജന കൂദാശ എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 3 അനുരഞ്ജനോടെ അതാണ് ഇവിടെ പറയാം. അനുതാപ കൂദാശ വഴി ദൈവത്തിന് പാപപ്രവൃത്തി നമ്മൾ സ്വീകരിക്കുന്നു, അതുവഴി ദൈവത്തോട് രമ്യപ്പെടുന്നു, സഭയോട് രമ്യപ്പെടുന്നു, മൂന്നാമതായി സഹോദരങ്ങളോട് രമ്യപ്പെടുക. കാരണം ഒരേ പാപം വഴി ഒരു തിന്മ ചെയ്യുമ്പോൾ ഈ 3 ഡിമെൻഷൻസിലും പ്രോബ്ലം ഉണ്ടാകുകയാണ്. ദൈവത്തിൽ നമ്മൾ അകലുന്നു, സഭയിൽ നിന്ന് നമ്മൾ അകലുന്നു, സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ അകലുന്നു. കാരണം എല്ലാ പാപങ്ങൾക്കും ഈ 3 ഡിമെൻഷൻസും വരികയാണ്. അപ്പം അത് ഈ അനുരഞ്ജന കൂദാശയിലൂടെ റെക്ടിഫൈ എന്ന് വെച്ചാൽ തിരിച്ച് അനുരഞ്ജനപ്പെട്ട് ആ ആദിമ ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നു. ഇപ്പം ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. പാപത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് പാപമെന്ന് പറഞ്ഞു, ഇല്ലേ? പക്ഷെ ആ പാപത്തിൻ്റെ ഫലത്തെക്കുറിച്ച് കൂടെ ഒരു കാര്യം അറിയണം. പാപത്തിന് പ്രത്യേകിച്ച് മാമോദീസായെക്കുറിച്ച് വിശദീകരിച്ചവൻ പറഞ്ഞു,
മാമോദിസ വഴിയും പാപമോചനം ലഭിക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ടോ? അതിൻ്റെ അകത്ത് ഏത് പാപങ്ങളാണ് മോചിക്കപ്പെടുന്നത്? ജന്മപാപവും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നൽകുന്ന മാമോദിസ എന്ന് കൂടാ. ഇപ്പം ഇന്നാള് ഒരു അഡൾട്ട് ബാപ്റ്റിസ്റ്റ് എന്ന് വെച്ചാൽ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ മാമോദിസ കഴിഞ്ഞപ്പോൾ പിന്നീട് ആ വ്യക്തി കുംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, വാസ്തവത്തിൽ കുംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, കൗൺസിലിംഗ് പോലെയൊക്കെ നടത്താവുന്നേ ഉള്ളൂ. കാരണം എന്താ? മാമോദിസ അയാൾ തന്നെ ഇത് രണ്ടും മോചിക്കപ്പെടുകയാണ്. ഏതൊക്കെയാ? ജന്മപാപവും കർമ്മപാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന കൂദാശയാണ് മാമോദിസ. എന്നാൽ കുമ്പസാരത്തിലൂടെ അതിന് ശേഷം നടക്കുന്ന പോരായ്മകൾക്കാണ് മോചനം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പാപമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പാപമെന്ന് പറയുന്നത് നിയമലംഘനമാണ്. പക്ഷെ ആ നിയമലംഘനത്തിൻ്റെ ഫലമായി നമ്മിലൊരു ഇഫക്റ്റ് ഉണ്ടാകുന്നു. നമുക്കറിയാം, ഏതൊരു കർമ്മത്തിനും എന്തുണ്ടാവും? കർമ്മഫലമെന്ന് നമ്മൾ പറയും അല്ലേ? പ്രത്യേകിച്ച് ഭാരതീയര നമുക്ക് ആ വാക്ക് ഒത്തിരി പരിചിതമാണ്, കർമ്മഫലം. അപ്പോൾ ഇത് നമ്മുടെ സഭയിൽ പറയുന്നുണ്ട്, പാപപ്രവർത്തികളുടെ ഫലമാണ് എന്തെന്ന് പറയുന്നത്? പാപമെന്ന് പറയുന്നത്. പുണ്യപ്രവർത്തികളുടെ ഫലമാണ് പുണ്യമെന്ന് പറയുന്നത് ഇല്ലേ? പാപപ്രവർത്തികളുടെ ഫലം പാപവും പുണ്യപ്രവർത്തികളുടെ ഫലം പുണ്യവുമാണ്. ഇപ്പം നന്മ പ്രവർത്തി നമ്മൾ ചെയ്താൽ അതിനൊരു ഫലം ഉണ്ടാകുന്നുണ്ട്, തിന്മ പ്രവർത്തി ചെയ്താൽ അതിനൊരു ഫലം ഉണ്ടാകുന്നു. അപ്പോൾ അതുവഴി സംഭവിക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇതാണ്. ഈ സർപ്പദംശനത്തോടാണ് പാപത്തെ ഭാരതീയ ദർശനത്തിലൊക്കെ ഉപമിക്കുന്നത്. പ്രത്യേകിച്ച് ബൈബിളിലും ഉണ്ട്. കാരണം ആദ്യം സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് പ്രലോഭിപ്പിച്ച് ആദ്യ മാതാപിതാക്കളെ പാപത്തിന് പ്രേരിപ്പിച്ച് പ്രമാണം ലംഘിക്കുന്നു. അതുവഴി അവരിൽ തിന്മ പ്രവേശിക്കുക, വാസ്തവത്തിൽ പാപം പ്രവേശിക്കുക, പാപത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുക. ഈശോയും പറഞ്ഞില്ലേ, യോഹന്നാൻ സുവിശേഷം 8:34 പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയായിത്തീരുന്നു, അല്ലെ അടിമയാണെന്ന് പറയുക. അപ്പം ആ അടിമത്തത്തിലേക്ക് നമ്മൾ വരികയാണ് പാപത്തിൻ്റെ ഫലമായി. അപ്പം അതിൽ നിന്നെല്ലാം മോചനം നൽകുകയാണ്. ഉദാഹരണത്തിന്, ഒരാൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു അല്ലേ? ഒരാൾ പാമ്പ് കടിച്ചു എന്ന് പറയുക. പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തി മരിക്കുന്നത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് മരിക്കുന്നത്? കടിയുടെ ശക്തി കൊണ്ടാണോ അതോ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഷം കൊണ്ടാണ്? എന്തുകൊണ്ടാണ് മരിക്കുന്നത്? വിഷം കൊണ്ടാണ് മരിക്കുന്നത്. പക്ഷെ ആ വിഷം അവനിൽ കയറാൻ കാരണം ഏതാ? കടിയാണ് അല്ലേ? പാമ്പിൻ്റെ കടിയാണ്. ഇതുപോലെയാണ് പാപപ്രവർത്തികളുടെ ഫലമായി നമ്മിൽ എന്ത് പ്രവേശിക്കുന്നു? പാപമാകുന്ന വിഷം കയറുന്നു. കണ്ടോ? നമ്മിൽ പാപമാകുന്ന വിഷം കയറുകയാണ്. അതില്ലായിരുന്നെങ്കിൽ, വെറുതെ ആ ഒരു ആക്ഷൻ മാത്രമായിരുന്നെങ്കിൽ വെറുതെ ഒരു ബാഹ്യമായ റെക്കൺസിലിയേഷൻ മതി. പക്ഷെ ഇവിടെ മോചനം ആവശ്യമായിരിക്കുന്നതിൻ്റെ കാരണം പാപമാകുന്ന വിഷം, ആ ഒരു ഇഫക്റ്റ് നമ്മിൽ ഉണ്ടാകുകയാണ്. അപ്പം ആ ഇഫക്റ്റ് നമ്മിൽ നിൽക്കുന്നിടത്തോളം കാലം അത് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇഫക്റ്റ് തന്നെ നമ്മിൽ നിന്ന് മാറണം. പാപത്തിൻ്റെ ഫലം, ആ പാപത്തിൻ്റെ അംശം നമ്മിൽ നിന്ന് എടുത്തു കളയണം. കുമ്പസാരത്തിലൂടെ ഈശോ ചെയ്യുന്ന അതാണ്, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാപത്തിൻ്റെ ഫലത്തിൽ നിന്ന് പോലും അവർ മോചിതമാക്കപ്പെടുക. അപ്പോൾ ഇവിടെ ഈശോ പറയാം. പക്ഷേ ഒപ്പം തന്നെ പാപത്തിൻ്റെ മറ്റൊരു ഫലമാണ് ബന്ധങ്ങളിലുള്ള വിച്ഛേദനം. അത് അനുരഞ്ജനത്തിലൂടെ പൂർണ്ണതയിലേക്ക്, തിരിച്ച് ആ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി നമ്മൾ പാപത്തിൻ്റെ അംശം പ്രവേശിക്കുന്നു. അപ്പോൾ ആ പാപത്തെ നമുക്ക് വേണമെങ്കിൽ ശരീരത്തിൻ്റെ തലത്തിൽ വിഷം കയറുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ആത്മാവിൻ്റെ വിഷമാണ് എന്തെന്ന് പറയുന്നത്? പാപം ആത്മാവിൻ്റെ വിഷമാണ് നമ്മുടെ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പാപം വഴി കണ്ടോ, പാപം വഴി നഷ്ടപ്പെടാൻ പോലും എന്താ നഷ്ടപ്പെടുന്നത്? ദൈവിക ജീവൻ. കണ്ടോ, നമുക്ക് ലഭ്യമായ ദൈവിക ജീവനെ നഷ്ടപ്പെടുത്താൻ, അതിനെ ക്ഷയിപ്പിക്കാൻ മാത്രമല്ല, അതിനെ നഷ്ടപ്പെടുത്താൻ പോലും ആർക്ക് ശക്തിയുണ്ട്? ഈ പാപത്തിന് ശക്തിയുണ്ട്.